ഹലോ ഓൾ, PSC ടേണിംഗ് പോയിൻ്റ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യുന്നത് ഖാദി ബോർഡ് LDC 2024 LGS എന്നീ പരീക്ഷകളുടെ ഒരു മോക്ക് ടെസ്റ്റാണ്. വീഡിയോ എല്ലാവരും പൂർണ്ണമായി കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം നോക്കാം. ജാലിയൻ വാല ബാഗ് കൂട്ടക്കൊലയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ തെറ്റായവ കണ്ടെത്തുക. ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, 1ഉം 2ഉം. അപ്പോൾ നമുക്ക് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതൊക്കെയെന്ന് നോക്കാം. 1ഉം 2ഉം ആണ് തെറ്റായ പ്രസ്താവനകൾ. ശരിയായ പ്രസ്താവനകൾ: ജാലിയൻ വാല ബാഗിൽ ജനങ്ങൾക്കു നേരെ വെടിവയ്ക്കാൻ ഉത്തരവിട്ട പട്ടാള മേധാവിയാണ് ജനറൽ ഡയർ. സൈഫുദ്ദീൻ കിച്ചിലു, സത്യപാൽ എന്നിവരുടെ അറസ്റ്റിൽ പ്രതിഷേധിച്ചാണ് ജനങ്ങൾ ജാലിയൻ വാല ബാഗിൽ ഒത്തുകൂടിയത്. അപ്പോൾ ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ്: ജാലിയൻ വാല ബാഗിൽ ജനങ്ങൾക്കു നേരെ വെടിവയ്ക്കാൻ ഉത്തരവിട്ട പട്ടാള മേധാവിയാണ് ജനറൽ ഡയർ. സൈഫുദ്ദീൻ കിച്ചിലു, സത്യപാൽ എന്നിവരുടെ അറസ്റ്റിൽ പ്രതിഷേധിച്ചാണ് ജനങ്ങൾ ജാലിയൻ വാല ബാഗിൽ ഒത്തുകൂടിയത്. അടുത്ത ചോദ്യം നോക്കാം. സത്യശോധക് സമാജം സ്ഥാപിച്ച നവോത്ഥാന നായകൻ. ഉത്തരം ഓപ്ഷൻ സി ആണ്, ജ്യോതിബ ഫുലെ. അപ്പോൾ ജ്യോതിബ ഫുലെയാണ് സത്യശോധക് സമാജം സ്ഥാപിച്ച നവോത്ഥാന നായകൻ. അപ്പോൾ സത്യശോധക് സമാജം സ്ഥാപിച്ച നവോത്ഥാന നായകൻ ജ്യോതിബ ഫുലെയാണ്. അടുത്ത ചോദ്യം നോക്കാം. താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ ബി ആണ്. അപ്പോൾ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതൊക്കെയെന്ന് നോക്കാം. തിരുവിതാംകൂർ ബ്രിട്ടീഷ് മേൽക്കോയ്മ അംഗീകരിച്ച ഉടമ്പടി നടന്നത് 1795-ലാണ്. കേരളത്തിൽ ഏകീകരിച്ച നാണയ വ്യവസ്ഥയും അളവ് തൂക്ക സമ്പ്രദായവും നടപ്പിലാക്കിയത് ബ്രിട്ടീഷുകാരാണ്. മലബാർ കുടിയായ്മ നിയമം നടപ്പിലാക്കാൻ ശുപാർശ ചെയ്ത കമ്മീഷൻ ലോഗൻ കമ്മീഷൻ. അപ്പോൾ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതൊക്കെയെന്ന് ഒന്നുകൂടെ നോക്കാം. തിരുവിതാംകൂർ ബ്രിട്ടീഷ് മേൽക്കോയ്മ അംഗീകരിച്ച ഉടമ്പടി നടന്നത് 1795-ലാണ്. കേരളത്തിൽ ഏകീകരിച്ച നാണയ വ്യവസ്ഥയും അളവ് തൂക്ക സമ്പ്രദായവും നടപ്പിലാക്കിയത് ബ്രിട്ടീഷുകാരാണ്. മലബാർ കുടിയായ്മ നിയമം നടപ്പിലാക്കാൻ ശുപാർശ ചെയ്ത കമ്മീഷൻ ലോഗൻ കമ്മീഷനാണ്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. തിരുവിതാംകൂറിലെ രാഷ്ട്രീയ പ്രക്ഷോഭത്തിന് ആരംഭം കുറിച്ച സംഭവം. ഉത്തരം ഓപ്ഷൻ എ ആണ്, മലയാളി മെമ്മോറിയൽ. അപ്പോൾ മലയാളി മെമ്മോറിയലാണ് തിരുവിതാംകൂറിലെ രാഷ്ട്രീയ പ്രക്ഷോഭത്തിന് ആരംഭം കുറിച്ച സംഭവം. അപ്പോൾ തിരുവിതാംകൂറിലെ രാഷ്ട്രീയ സംഭവത്തിന് ആരംഭം കുറിച്ച സംഭവം മലയാളി മെമ്മോറിയലാണ്. അടുത്ത ചോദ്യം. ഹോളോകോസ്റ്റ് എന്ന പദം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ഓപ്ഷൻ സി ആണ്, ജൂത കൂട്ടക്കൊല. അപ്പോൾ ജൂത കൂട്ടക്കൊലയുമായി ബന്ധപ്പെട്ടതാണ് ഹോളോകോസ്റ്റ് എന്ന പദം. അപ്പോൾ ഹോളോകോസ്റ്റ് എന്ന പദം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ജൂത കൂട്ടക്കൊലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അടുത്ത ചോദ്യം നോക്കാം. ഡിസംബർ 22 മുതൽ മാർച്ച് 21 വരെ ഉത്തരാർദ്ധഗോളത്തിലെ ഋതു ശൈത്യം ആയിരിക്കുമ്പോൾ ദക്ഷിണാർദ്ധഗോളത്തിലെ ഋതു. ഉത്തരം ഓപ്ഷൻ ബി ആണ്, ഗ്രീഷ്മം. അപ്പോൾ ഡിസംബർ 22 മുതൽ മാർച്ച് 21 വരെ ഉത്തരാർദ്ധഗോളത്തിലെ ഋതു ശൈത്യം ആയിരിക്കുമ്പോൾ ദക്ഷിണാർദ്ധഗോളത്തിലെ ഋതു ഗ്രീഷ്മമാണ്. അപ്പോൾ ഡിസംബർ 22 മുതൽ മാർച്ച് 21 വരെ ഉത്തരാർദ്ധഗോളത്തിലെ ഋതു ശൈത്യമാണ്. അതേസമയം ദക്ഷിണാർദ്ധഗോളത്തിലെ ഋതു ഗ്രീഷ്മമായിരിക്കും. അടുത്ത ചോദ്യം നോക്കാം. ധരാതലീയ ഭൂപടങ്ങളിലെ കോണ്ടൂർ രേഖകളുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയിരിക്കുന്ന വസ്തുതകളിൽ ശരിയായവ തിരഞ്ഞെടുക്കുക. ഉത്തരം ഓപ്ഷൻ എ ആണ്, 1ഉം 2ഉം. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒരു കോണ്ടൂർ രേഖ കടന്നു പോകുന്ന സ്ഥലങ്ങളിലെല്ലാം തന്നെ സമുദ്രനിരപ്പിൽ നിന്ന് ഒരേ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നവയായിരിക്കും. അടുത്തടുത്ത 2 കോണ്ടൂർ രേഖകളുടെ മൂല്യവ്യത്യാസം കോണ്ടൂർ ഇടവേള എന്നറിയപ്പെടുന്നു. അപ്പോൾ ഒരു കോണ്ടൂർ രേഖ കടന്നു പോകുന്ന സ്ഥലങ്ങളെല്ലാം തന്നെ സമുദ്രനിരപ്പിൽ നിന്ന് ഒരേ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നവയായിരിക്കും. അടുത്തടുത്ത 2 കോണ്ടൂർ രേഖകളുടെ മൂല്യവ്യത്യാസം കോണ്ടൂർ ഇടവേള എന്നറിയപ്പെടുന്നു. അടുത്ത ചോദ്യം നോക്കാം. അരുണാചൽ പ്രദേശിനെ ടിബറ്റുമായി ബന്ധിപ്പിക്കുന്ന ചുരം ചുവടെ നൽകിയിരിക്കുന്നവയിൽ ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്, ബോംഡില. അപ്പോൾ ബോംഡില ചുരമാണ് അരുണാചൽ പ്രദേശിനെയും ടിബറ്റിനെയും ബന്ധിപ്പിക്കുന്നത്. അപ്പോൾ അരുണാചൽ പ്രദേശിനെ ടിബറ്റുമായി ബന്ധിപ്പിക്കുന്ന ചുരം ബോംഡില ചുരമാണ്. അടുത്ത ചോദ്യം നോക്കാം. ഉപദ്വീപീയ നദികളുമായി ബന്ധപ്പെട്ട് ചുവടെ പറയുന്ന വസ്തുതകളിൽ തെറ്റായത് കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ ബി ആണ്. അപ്പോൾ ശരിയായിട്ടുള്ള വസ്തുതകൾ ഏതൊക്കെയെന്ന് നോക്കാം. ഉപദ്വീപീയ നദികളുടെ നീരൊഴുക്ക് പൂർണ്ണമായും മഴയെ ആശ്രയിച്ചായതിനാൽ വേനൽക്കാലത്ത് വെള്ളം തീരെ കുറവായിരിക്കും. അപ്പോൾ ഉപദ്വീപീയ നദികളുടെ നീരൊഴുക്ക് പൂർണ്ണമായും മഴയെ ആശ്രയിച്ചായതിനാൽ വേനൽക്കാലത്ത് വെള്ളം തീരെ കുറവായിരിക്കും. ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദിയാണ് ഗോദാവരി. അപ്പോൾ ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി ഗോദാവരിയാണ്. ജോഗ് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് ശരാവതി നദിയിലാണ്. അപ്പോൾ ജോഗ് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് ശരാവതി നദിയിലാണ്.
അപ്പോൾ ഉപദ്വീപീയ നദികളുടെ നീരൊഴുക്ക് മഴയെയാണ് പൂർണ്ണമായിട്ട് ആശ്രയിച്ചിരിക്കുന്നത്. അതിനാൽ തന്നെ വേനൽക്കാലത്ത് വെള്ളം തീരെ കുറവായിരിക്കും. ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയത് ഗോദാവരിക്കാണ്. അതുപോലെ ജോഗ് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് ശരാവതി നദിയിലാണ്. അടുത്ത ചോദ്യം നോക്കാം. ഇടനാടുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ തിരഞ്ഞെടുക്കുക. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, 1, 2, 3. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. സമുദ്രനിരപ്പിൽ നിന്ന് 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെ ഉയരമുള്ള ഭൂപ്രദേശങ്ങൾ ഇടനാടെന്നറിയപ്പെടുന്നു. കേരളത്തിൻ്റെ ഭൂവിസ്തൃതിയുടെ 42% ആണ് ഇടനാട്. ഇടനാട്ടിൽ പ്രധാനമായും കാണപ്പെടുന്ന മണ്ണാണ് ലാറ്ററൈറ്റ് മണ്ണ്. അപ്പോൾ സമുദ്രനിരപ്പിൽ നിന്ന് 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെ ഉയരമുള്ള ഭൂപ്രദേശങ്ങളാണ് ഇടനാടെന്നറിയപ്പെടുന്നത്. അതുപോലെ കേരളത്തിലെ ഭൂവിസ്തൃതിയുടെ 42% ഇടനാട്. ഇടനാട്ടിൽ പ്രധാനമായും കാണപ്പെടുന്ന മണ്ണ് ലാറ്ററൈറ്റ് മണ്ണാണ്. അടുത്ത ചോദ്യം നോക്കാം. 5ാം പഞ്ചവത്സര പദ്ധതി നിർത്തലാക്കി ആരംഭിച്ച പദ്ധതി ഏത്? ഉത്തരം ഓപ്ഷൻ എ ആണ്, റോളിംഗ് പ്ലാൻ. അപ്പോൾ റോളിംഗ് പ്ലാൻ ആണ് 5ാം പഞ്ചവത്സര പദ്ധതി നിർത്തിയിട്ട് ആരംഭിച്ച പദ്ധതി. 5ാം പഞ്ചവത്സര പദ്ധതി നിർത്തലാക്കി ആരംഭിച്ച പദ്ധതി റോളിംഗ് പ്ലാൻ ആണ്. അപ്പോൾ റോളിംഗ് പ്ലാൻ ആണ് 5ാം പഞ്ചവത്സര പദ്ധതി നിർത്തലാക്കി ആരംഭിച്ച പദ്ധതി. അടുത്ത ചോദ്യം നോക്കാം. താഴെ തന്നിരിക്കുന്നവയിൽ ഗാന്ധിജിയുടെ സാമ്പത്തിക ശാസ്ത്ര ചിന്തകൾ ഏതെല്ലാം? ഉത്തരം ഓപ്ഷൻ ഡി ആണ്. അപ്പോൾ തന്നിട്ടുള്ളതെല്ലാം തന്നെ ഗാന്ധിജിയുടെ സാമ്പത്തിക ശാസ്ത്ര ചിന്തകളാണ്. എന്തൊക്കെയാണെന്ന് നോക്കാം. കാർഷിക ഗ്രാമീണ വ്യവസ്ഥയ്ക്ക് പ്രാധാന്യം നൽകി, സമത്വത്തിൽ അടിയുറച്ച സമ്പദ് വ്യവസ്ഥയുടെ രൂപീകരണം, സ്വയം പര്യാപ്തവും സ്വാശ്രയവുമായ പ്രാദേശിക സമ്പദ് വ്യവസ്ഥ, കുടിൽ ചെറുകിട വ്യവസായങ്ങൾക്ക് പരിഗണന നൽകി. അപ്പോൾ ഗാന്ധിജിയുടെ സാമ്പത്തിക ശാസ്ത്ര ചിന്തകളാണ് കാർഷിക ഗ്രാമീണ വ്യവസ്ഥയ്ക്കാണ് പ്രാധാന്യം നൽകിയത്, സമത്വത്തിൽ അടിയുറച്ച സമ്പദ് വ്യവസ്ഥയുടെ രൂപീകരണം, സ്വയം പര്യാപ്തവും സ്വാശ്രയവുമായ പ്രാദേശിക സമ്പദ് വ്യവസ്ഥ, കുടിൽ ചെറുകിട വ്യവസായങ്ങൾക്ക് പരിഗണന നൽകി. അടുത്ത ചോദ്യം നോക്കാം. ഉൽപാദന ഘടകങ്ങളിൽ നിന്നു ലഭിക്കുന്ന പാട്ടം, വേതനം, പലിശ, ലാഭം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ദേശീയ വരുമാനം കണക്കാക്കുന്ന സമ്പ്രദായം. ഉത്തരം ഓപ്ഷൻ ബി ആണ്, വരുമാന രീതി. അപ്പോൾ ഉൽപാദന ഘടകങ്ങളിൽ നിന്ന് ലഭിക്കുന്ന പാട്ടം, വേതനം, പലിശ, ലാഭം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ദേശീയ വരുമാനം കണക്കാക്കുന്ന സമ്പ്രദായമാണ് വരുമാന രീതി. ഉൽപാദന ഘടകങ്ങളിൽ നിന്ന് ലഭിക്കുന്ന പാട്ടം, വേതനം, പലിശ, ലാഭം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ദേശീയ വരുമാനം കണക്കാക്കുന്ന സമ്പ്രദായമാണ് വരുമാന രീതി. അടുത്ത ചോദ്യം നോക്കാം. നീതി ആയോഗുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഉത്തരം ഓപ്ഷൻ ബി ആണ്, 1, 2. ഏതൊക്കെയാണെന്ന് നോക്കാം. നീതി ആയോഗ് ഒരു ഉപദേശക സമിതിയാണ്. അപ്പോൾ നീതി ആയോഗ് ഒരു ഉപദേശക സമിതിയാണ്. നീതി ആയോഗ് കോപ്പറേറ്റീവ് ഫെഡറലിസത്തിന് പ്രാധാന്യം നൽകുന്നു. നീതി ആയോഗ് ഒരു ഉപദേശക സമിതിയാണ്. നീതി ആയോഗ് കോപ്പറേറ്റീവ് ഫെഡറലിസത്തിന് പ്രാധാന്യം നൽകുന്നു. അപ്പോൾ നീതി ആയോഗ് ഒരു ഉപദേശക സമിതിയാണ്. നീതി ആയോഗ് കോപ്പറേറ്റീവ് ഫെഡറലിസത്തിന് പ്രാധാന്യം നൽകുന്നു. അടുത്ത ചോദ്യം നോക്കാം. സാധാരണയായി ഏതുതരം നിക്ഷേപ രീതിയുള്ളവർക്കാണ് ഓവർ ഡ്രാഫ്റ്റ് സൗകര്യം ലഭ്യമാകുക? ഉത്തരം ഓപ്ഷൻ എ ആണ്, പ്രചലിത നിക്ഷേപം. അപ്പോൾ സാധാരണയായി പ്രചലിത നിക്ഷേപ രീതിയുള്ളവർക്കാണ് ഓവർ ഡ്രാഫ്റ്റ് സൗകര്യം ലഭ്യമാകുക. പ്രചലിത നിക്ഷേപ രീതിയുള്ളവർക്കാണ് സാധാരണയായി ഓവർ ഡ്രാഫ്റ്റ് സൗകര്യം ലഭ്യമാക്കുക. സമൂഹത്തിലെ സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ അസമത്വങ്ങൾ കുറച്ച് സാമൂഹിക നീതി ഉറപ്പാക്കുന്നു എന്നത് ഭരണഘടനയുടെ ആമുഖത്തിൽ സൂചിപ്പിച്ചിട്ടുള്ള ഏത് അടിസ്ഥാന ലക്ഷ്യത്തിലാണ് പ്രതിപാദിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, സ്ഥിതി സമത്വം. സമൂഹത്തിലെ സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ അസമത്വങ്ങൾ കുറച്ച് സാമൂഹിക നീതി ഉറപ്പാക്കുന്നു എന്ന് ഭരണഘടനയുടെ ആമുഖത്തിൽ സൂചിപ്പിച്ചിട്ടുള്ള അടിസ്ഥാന ലക്ഷ്യമാണ് സ്ഥിതി സമത്വം. അപ്പോൾ ഭരണഘടനയുടെ ആമുഖത്തിൽ സൂചിപ്പിച്ചിട്ടുള്ള സ്ഥിതി സമത്വം എന്ന അടിസ്ഥാന ലക്ഷ്യത്തിലാണ് സമൂഹത്തിലെ സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ അസമത്വങ്ങൾ കുറച്ച് സാമൂഹിക നീതി ഉറപ്പാക്കുന്നു എന്ന് പ്രതിപാദിക്കുന്നത്. അടുത്ത ചോദ്യം നോക്കാം. ഇവിടെ തന്നിരിക്കുന്ന ജോഡികളിൽ തെറ്റായവ കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ ബി ആണ്, 1. അപ്പോൾ ശരിയായിട്ടുള്ള ഏതൊക്കെയെന്ന് നോക്കാം. അനുച്ഛേദം 40 പഞ്ചായത്തുകളുടെ രൂപീകരണം, അനുച്ഛേദം 44 ഏകീകൃത സിവിൽ കോഡ്, അനുച്ഛേദം 51 രാജ്യാന്തര സമാധാനത്തിൻ്റെയും സുരക്ഷയുടെയും ഉന്നമനം. അപ്പോൾ അനുച്ഛേദം 40 പഞ്ചായത്തുകളുടെ രൂപീകരണത്തെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ അനുച്ഛേദം 40 പഞ്ചായത്തുകളുടെ രൂപീകരണം. അനുച്ഛേദം 44 ഏകീകൃത സിവിൽ കോഡ്. അപ്പോൾ അനുച്ഛേദം 44 ഏകീകൃത സിവിൽ കോഡിനെ കുറിച്ചാണ് പറയുന്നത്. അനുച്ഛേദം 51 രാജ്യാന്തര സമാധാനത്തിൻ്റെയും സുരക്ഷയുടെയും ഉന്നമനം. അപ്പോൾ 51ാമത്തെ അനുച്ഛേദം പറയുന്നത് രാജ്യാന്തര സമാധാനത്തിൻ്റെയും സുരക്ഷയുടെയും ഉന്നമനത്തെക്കുറിച്ചാണ്. അടുത്ത ചോദ്യം നോക്കാം. മന്ത്രിസഭയുടെ ഉപദേശം അനുസരിച്ച് മാത്രമേ രാഷ്ട്രപതിക്ക് പ്രവർത്തിക്കാൻ കഴിയൂ എന്ന് വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടനാ ഭേദഗതി. ഉത്തരം ഓപ്ഷൻ എ ആണ്, 42. അപ്പോൾ 42ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ്
മന്ത്രിസഭയുടെ ഉപദേശം അനുസരിച്ച് മാത്രമേ രാഷ്ട്രപതിക്ക് പ്രവർത്തിക്കാൻ കഴിയൂ എന്ന് വ്യവസ്ഥ ചെയ്യുന്നത്. അപ്പോൾ മന്ത്രിസഭയുടെ ഉപദേശം അനുസരിച്ച് മാത്രമേ രാഷ്ട്രപതിക്ക് പ്രവർത്തിക്കാൻ കഴിയൂ എന്ന് വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടനാ ഭേദഗതി 42ാം ഭരണഘടനാ ഭേദഗതിയാണ്. അടുത്ത ചോദ്യം നോക്കാം. ചുവടെ നൽകിയിരിക്കുന്നവയിൽ ശരിയായ വസ്തുതകൾ ഏതെല്ലാം? ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 1, 2, 3. അപ്പോൾ തന്നിട്ടുള്ളതെല്ലാം ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ്. എന്തൊക്കെയാണെന്ന് നോക്കാം. സുപ്രീം കോടതിയിലെ ജഡ്ജിമാരുടെ എണ്ണം നിശ്ചയിക്കുന്നത് പാർലമെൻറ്റാണ്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെയും ജഡ്ജിമാരെയും നിയമിക്കുന്നത് പ്രസിഡന്റാണ്. സുപ്രീം കോടതി ജഡ്ജിമാർ രാജിക്കത്ത് നൽകുന്നത് രാഷ്ട്രപതിക്കാണ്. അപ്പോൾ സുപ്രീം കോടതിയിലെ ജഡ്ജിമാരുടെ എണ്ണം നിശ്ചയിക്കുന്നത് പാർലമെൻറ്റാണ്. അതുപോലെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെയും ജഡ്ജിമാരെയും നിയമിക്കുന്നത് പ്രസിഡന്റാണ്. സുപ്രീം കോടതി ജഡ്ജിമാർ രാജിക്കത്ത് നൽകുന്നത് രാഷ്ട്രപതിക്കാണ്. അടുത്ത ചോദ്യം നോക്കാം. കാർഷിക വരുമാന നികുതി ഉൾപ്പെടുന്നത് ഭരണഘടനയിലെ ഏത് ലിസ്റ്റിലാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്, സ്റ്റേറ്റ് ലിസ്റ്റ്. അപ്പോൾ സ്റ്റേറ്റ് ലിസ്റ്റിലാണ് കാർഷിക വരുമാന നികുതി ഉൾപ്പെടുന്നത്. അപ്പോൾ കാർഷിക വരുമാന നികുതി ഉൾപ്പെടുന്നത് ഭരണഘടനയിലെ സ്റ്റേറ്റ് ലിസ്റ്റിലാണ്. ഇന്നത്തെ വീഡിയോ ഇവിടെ തീരുകയാണ്. താങ്ക് യു ഓൾ.